മഴയേ ഇനിയൻ മിഴികൾ ഒരു നിഴലാനിൻ വഴിയേ അഴകേ അഴകേ ഒരു മഴവില്ലിൻ കതിരേ കനവിൻ പുഴയിൽ ഒഴുകുകയാണൻ മനമേ. പറയട്ടെ കണ്ണ, നിനക്ക് ഞാൻ ഏതു ടാറ്റു അട കുത്തിത്തരണ്ടേ? പറയട്ടെ കണ്ണ. ഏതൊക്കെയുണ്ട്? ലവിന്റെ അകത്തൂടെ ആരോ കുത്തി കേറുന്നത്, പിന്നെ ലവ് പൊട്ടിത്തെറിച്ചത്, പിന്നെ പാതി കടിച്ച ആപ്പിൾ. നിനക്ക് ഏതാടാ കണ്ണ വേണ്ട? പറയടാ. എനിക്ക് പറയാനുള്ളത് പ്രവർത്തിക്കാനാണുള്ളത്. ഏതാണെന്നറിയോ? അവള് പോയോ? ഏതാവളടാ? എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കടയും തുറന്നിട്ടുണ്ട്, ഇവിടെ കിടന്ന കണ്ട പെണ്ണുങ്ങളെ സ്വപ്നം കാണരുതെന്ന്. ചേട്ടായിയോ? എന്റെ അച്ഛന്റെ പ്രായമുണ്ട്, അവൻ എന്നെ വിളിക്കാൻ കേട്ടോ ചേട്ടായി. അങ്ങനെയല്ല ചേട്ടായി, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ടാറ്റു കുത്തുന്നു. എത്രയോ പെണ്ണുങ്ങൾ ടാറ്റു കുത്താനായിട്ട് ഇവിടെ വരുന്നു. ഒരു പെങ്കൊച്ചിനെ പോലും ഒരു പച്ച കുത്താൻ ചേട്ടായി എന്നെ ഏൽപ്പിക്കാറുണ്ടോ? നിന്നെ പച്ച കുത്താൻ ഏൽപ്പിക്കാത്തത് കൊണ്ട് ഞാൻ പച്ചരിയും പച്ചക്കറിയും മേടിച്ച് ഇങ്ങനെ പച്ച പിടിച്ച് പോകുന്നു. മനസ്സിലായോ? ഒരു സെലിബ്രിറ്റിയെ കൊണ്ടെങ്കിലും എനിക്ക് ടാറ്റു കുത്താനായിട്ട് ചേട്ടായി അവസരം തരാറുണ്ടോ? ഇനി സെലിബ്രിറ്റി അങ്ങോട്ട് കൊണ്ടുതരാത്ത കുഴപ്പമുള്ളൂ ഇയാൾക്ക്. ഞാൻ കുട്ടികളിൽ ഒരു ടാറ്റു കുത്തി കൊടുത്തായിരുന്നു. അതിന്റെ വിശേഷമൊന്നും പറയണ്ട. എന്താ കുഴപ്പം? നീ അവൻ എന്നോടാ പറഞ്ഞേ? എന്തോ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു? അവൻ എന്നോട് പറഞ്ഞു ഒരു ഫിലിമിന്റെ ഇങ്ങനെ വരച്ചു കൊടുക്കണമെന്ന്. ഫിലിമിന്റെ ടാറ്റു അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇവനാണ് വലിയ ലാഡർ അടിച്ചു വെച്ചേക്കുന്നത്. ചേട്ടായിക്ക് അങ്ങനെ. പിന്നെ അത് ഫിലിമാക്കിയത് ഞാൻ എന്റെ കരുവിരുത് കൊണ്ടാണ് അത് ഫിലിമാക്കി കൊടുത്തത്. പിന്നെ അവിടെ സർവ്വ ഏണിയും പിടിക്കുന്ന ആളായതുകൊണ്ട് ആ ഏണി അവന് വിഷയമല്ല. അങ്ങനെ എനിക്ക് നമ്മുടെ ഡയാനയ്ക്ക് ഒരു ടാറ്റു കുത്തി കൊടുക്കണം ആഗ്രഹമുണ്ട്. അപ്പൊ ഡയാനയ്ക്ക് പറ്റിയ ടാറ്റു എന്താ? ചേട്ടായുടെ ഐഡിയ പറഞ്ഞു. എന്റെ ഒരു ഐഡിയ വെച്ച് ഡയാനയുടെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഡയാനയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു ടാറ്റു അടിക്കുന്നതായിരിക്കും നല്ലത്. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അത് വരുന്നതും അറിയത്തില്ല, പോകുന്നതും അറിയത്തില്ല. അവിടെ ഇരുന്നോളൂ. എനിക്ക് മേഡത്തിനൊക്കെ നല്ലൊരു ടാറ്റു അടിച്ചോണ്ട് കൊടുക്കണം ആഗ്രഹമുണ്ട് മേഡം. ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങളെ എന്തോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. മേഡത്തിന് ഏത് ടാറ്റു ഞാൻ അടിച്ചു തരണം? പറ. എനിക്ക് ഇപ്പൊ ഒന്നും വേണ്ട. നീ അടിച്ചാൽ അത് വേറെ വല്ലതായിപ്പോ. അതുകൊണ്ടാണ് ഞാൻ എന്നാ പിന്നെ എന്നെ പറഞ്ഞു വിടുന്നല്ലേ നല്ലത്. ഒറ്റ വീക്കാൻ വെച്ചിരും കേട്ടോ. മുഖത്തെല്ലാം കുപ്പിച്ചിലും ഒട്ടിച്ചു വെച്ചോണ്ട് നീ എന്തിനിങ്ങനെ വേഷം കെട്ടി നടക്കുന്നു? കസ്റ്റമർ വന്നു. എന്തേലും ഒപ്പിച്ചു വെച്ചോ? അടി മേടിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവ കാണുന്നത്. ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്നത്. ഉമ്മയോ? വൃത്തിയോട് പറയുന്നു. ഒരാളുടെ മുഖത്തൊക്കെ ഉമ്മ ചോദിക്കുന്നു. വീണ്ടും അവനോട് ചോദിച്ചു. ചിലപ്പോ നല്ല അവൻ തരും. അതല്ല പിന്നെ ഉമ്മ അതാരാണ് ഉമ്മ? എന്റെ എക്സ്റ്റവറാ. അതിന് ഇപ്പൊ എന്റെ കല്യാണം തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ഉമ്മ ഒന്ന് സുമയാക്കി തരണം, ഇല്ലേ പൊളി. അത്രേ ഉള്ളൂ. ഉമ്മയെ ഞാൻ സുമയാക്കി തരാം, അതൊന്നും വിഷയമില്ല. അപ്പൊ ആൾപ്പെട്ട എന്താണ് ഇപ്പം ഉമ്മ എങ്ങോട്ട് പോയത്? ഉമ്മയായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയി. ബ്രേക്കപ്പ് ആയതാണോ അതോ ബ്രേക്ക് ഡൗൺ ആയതാണോ? ബ്രേക്ക് ഡൗൺ ആക്കിയത് എന്തിന്? അവക്ക് സർക്കാർ ജോലി കിട്ടിയെന്ന്. എടാ മണ്ട, സർക്കാർ ജോലി കിട്ടിയ നല്ല കാര്യമല്ലേ? അവക്ക് സൈബർ സെല്ലിലാണ് ജോലി എന്ന്. എടാ മണ്ട, സൈബർ സെല്ലിൽ ഭയങ്കര ശമ്പളമാണ്. നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ അപേക്ഷ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവള് വീട്ടിൽ ഇരുന്ന് ചെയ്യൂ. അത് മാത്രമല്ല, അവക്ക് എന്നെ ഒടുക്കത്തെ സംശയം. ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് പോയ റൂം എടുത്താൽ അവക്ക് സംശയം. ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് 3-4 ടൂർ പോയാൽ അവക്ക് സംശയം. രാത്രി അവൾ എന്നെ വിളിക്കുമ്പോ ഞാൻ ഫോൺ കോൾ വെയിറ്റിംഗ് ആയ അവക്ക് സംശയം. ഇങ്ങനെ സംശയമുള്ള സ്ത്രീയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോണ്. അവളുടെ പേര് സുമ. ഈ ഉമയെ എനിക്കൊന്ന് സുമയാക്കി തരണം. നിനക്കറിയോ, ഞാൻ എല്ലാം ചെയ്തു തരാം. ഇവിടെ പണ്ടൊരു തന്നെ അമ്മു എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നു. അവളെ ഞാൻ അമ്മൂമ്മയാക്കി കൊടുത്തു. അപ്പൊ അവളോട് കിടക്ക കേട്ടാ. മഷി മായ്ക്കുന്ന സാധനം എടുത്തേ. ദയവ് ചെയ്ത് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഹായ് ചേട്ടാ. ചേട്ടാ ഇവിടെ ടാറ്റു ചെയ്യോ? ഇല്ല, ഞാനിവിടെ മഞ്ഞൾ കളപറിക്കാനിരിക്കുകയാണ്. ഇത് സ്ഥാപനം തുറന്നു വെച്ചേക്കുന്ന ടാറ്റു ചെയ്യാനാണ്. മനസ്സിലായോ? എനിക്കൊന്ന് കവറപ്പ് ചെയ്യണമായിരുന്നു. എന്ത് കവറപ്പ് ചെയ്യാനാണ്? ഈ അനീഷില്ലേ, അതില് എമ്മിടണം. അനീഷിന് വിമ്മിട്ടാവും വഴിനീള തൂരി ചാവും. തന്നെയല്ല,
ഈ അനീഷുമായിട്ട് ഞാൻ എന്ത് ശത്രുത? ഞാൻ അവന് വിമ്മി വലിക്ക് കൊടുത്തിട്ട് എനിക്ക് അവനോട് എന്ത് ശത്രുതയുള്ളത്? ഈ അനീഷിനെ എനിക്ക് അറിയത്തു പോലുമില്ല. ഇതാരാണ് ഈ അനീഷ്? അയ്യോ ചേട്ടാ, അതല്ലേ പറഞ്ഞേ, അനീഷ് എന്റെ എക്സ് ആണ്. എക്സ് കാമുകനാണ്. അതെ അതെ. അപ്പം ഈ അനീഷിന്റെ ഇവിടെ എം ഇടണം. അപ്പൊ അത് മനീഷ് ആവില്ലേ? ആവണം, കാരണം മനീഷ് എന്റെ ഫിയാൻസിയാണ്. ഓ, മനീഷിനെയാണോ കെട്ടാൻ പോകുന്നത്? അതെ അതെ അതെ. അനീഷിനെ മോള് തേച്ചതാണോ അതോ മോളെ അനീഷ് തേച്ചതാണോ? അയ്യോ, അത് അങ്ങനെ തേച്ചൊന്നും പറയാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ എന്ത് ചോദിച്ചാലും പുള്ളിക്കാരൻ എനിക്ക് ചെയ്തു തരും. ഞാൻ ഒരു ദിവസം ഒരു തമാശ കേട്ടോട് പറഞ്ഞു, ഏട്ടാ എന്റെ ഫോണില് ചാർജ് നിക്കണില്ല എന്ന് പറഞ്ഞു. ഏട്ടാ പിറ്റേ ദിവസം എനിക്ക് ഐഫോൺ മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ആ, അത് മാത്രല്ല വേറെ ദിവസം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ബസ്സിലൊക്കെ കേറി ഇറങ്ങി നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, പിന്നെ ഏട്ടൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 2 വീലർ കൊണ്ട് തന്നു. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. എന്റെ അച്ഛനാണെങ്കിൽ 1 മാസം മുന്നേ ഹോസ്പിറ്റലിലായിരുന്നേ. പുള്ളിക്ക് കിഡ്നിക്ക് പ്രശ്നമായിരുന്നു. അപ്പൊ അർജന്റ് ആയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ ഒന്നും നോക്കിയില്ല, ഏട്ടന്റെ ഒരു കിഡ്നി എന്റെ അച്ഛന് കൊടുത്തു. അത്ര സ്നേഹമുള്ള മനുഷ്യനാ. എന്നിട്ടാണ് ആ പാവത്തിന് വേണ്ടെന്ന് വെച്ചത്. പിന്നെ ഞാൻ ഒരു കിഡ്നി ഇല്ലാത്ത മനുഷ്യന്റെ കൂടെ എന്റെ ജീവിതകാലം മുഴുവനും ജീവിച്ചു തീർക്കണമെന്നാണ് ഏട്ടൻ പറയണേ. അതിപ്പോഴും നടക്കുവോ ഏട്ടാ? എന്തൊരു പെമ്പിള്ളേരടാ ഈ കൊണ്ട കാലത്ത്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും വേറെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കണം. രണ്ടുപേരും അപ്പുറത്തെ റൂമിലുണ്ട്. ഷെഡി, എന്തോ ഫ്രെഡി, പിന്നെ അനാവശ്യമായി ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇല്ല, അവിടുത്തെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ അത് ഒരു സംഭവം തീർന്നിട്ടുണ്ട്. ടെക്നോക്സീസ് എന്ന് പറഞ്ഞ മരുന്ന് തീർന്ന മേടിച്ചു. അത് ടെക്നോ പാർക്ക് ഞാൻ വിളിച്ചു പറഞ്ഞോ. സുമ വിളിക്കണ്. പിന്നെ ഹലോ ഏട്ടായി, എവിടെയാ? ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ നിൽക്കുക. അയ്യോ, സർപ്രൈസോ? ഞാനും ഏട്ടായിക്ക് ഒരു സർപ്രൈസ് തരാൻ നിൽക്കുക. എവിടാ? ഞാനേ ഒരു ടാറ്റു അടിക്കാന്ന് വിചാരിച്ചു, ഏട്ടായിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ടാറ്റു സെന്ററിൽ ഇരിക്കുക. ഏത് സെന്ററിലാ? മഷിത്തണ്ട് ടാറ്റു സെന്റർ ഇല്ലേ നമ്മുടെ നാട്ടിലെ, അവിടെ. ഏട്ടായിക്ക് സർപ്രൈസ് തരാനാ. ഇത് കഴിഞ്ഞ് നമുക്ക് കാണാവേ. ഏട്ടായി എവിടെയാ? ഏത് സെന്ററിലാ നിക്കണേ? ഞാൻ ദൂരെ ഒരു സെന്ററില്. എവിടെട്ടാ? അങ്ങ് ഒരു 10-200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സെന്ററിൽ. ആണോ? ആ ശരി, എന്നാ ആയിക്കോട്ടെ, നമുക്ക് പിന്നെ കാണാവേ. വെക്കട്ടെ എന്നാ. അയ്യോ, അവള് കണ്ട ഹുമ പൊക്കും, കല്യാണം പൊളിയും. എന്താ പറ്റി? പ്രശ്നമാണ്. രാവിലെ എന്താ കഴിച്ചേ? ലേശം പഴങ്കഞ്ഞി, ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്ക് വെട്ടിയത്, മാങ്ങയിട്ട ചക്കക്കുരു കറി. അപ്പൊ പ്രശ്നം വന്നതല്ല, നീ പ്രശ്നം വരുത്തിയതാണ്. ചേട്ടാ, പുറകിലൂടെ പോകാൻ വല്ല വഴിയുണ്ടാ? പുറകിലൂടെ പോകൂ, വേറെ വഴിയൊന്നുമില്ല. ആക്ച്വലി എന്താണ് പ്രശ്നം? എനിക്ക് ടാറ്റു ചെയ്യണ്ട. ഇതെല്ലാരും പറയുന്നതാണ്. പേടിക്കാനൊന്നുമില്ല. കിടക്ക്. വേദന ഒന്നും എടുക്കത്തില്ല ബി. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതല്ലേ. ഇല്ല, ഞാൻ ആ മരുന്ന് മേടിക്കാൻ പോയിട്ട് എന്താ പറ്റിയത്? നിങ്ങൾ സ്റ്റാഫൊക്കെ ഇങ്ങനെയാണ് വരണോ? പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി മാഡം, സോറി. വെളിയായി പോയി. എന്ത് ചെയ്യുന്നു? ഒന്നും വിചാരിക്കരുത് പ്ലീസ്. മനീഷേട്ടനെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണ്. ഞാനും ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണ്. അതെല്ലേ? പിന്നെ നമുക്ക് പിന്നെ ചെയ്യാം. ഞാനേ പോവാ. പിന്നെ ചെയ്യാം. അപ്പൊ ടാറ്റു ചെയ്യണ്ടേ? ടാറ്റു പിന്നെ ചെയ്യാം നമുക്ക്. അനീഷ് ഒന്ന് മാറ്റി മനീഷ് ആക്കണ്ടേ? എങ്ങനെ? അനീഷ് ഒന്ന് മാറ്റി മനീഷ് ആക്കണ്ടേ? അനീഷ് എന്നുള്ളത് മാറ്റി മനീഷ്. അപ്പൊ നിനക്ക് അനീഷുമായിട്ട് എന്തോ ബന്ധം ഉണ്ടായിരുന്നല്ലേ? പിന്നെ നീ എന്തിനാ അനീഷ് മനീഷ് ആക്കണം? അത് പിന്നെ അതൊന്നും എനിക്കിപ്പോ സംസാരിക്കാൻ സമയമല്ല, ഞാൻ പോണ്. പോകരുത്. നിനക്ക് ടാറ്റു ചെയ്യണ്ടേ? എനിക്ക് വേണ്ട. നീ അല്ലേ പറഞ്ഞു ഉമയെന്നുള്ളത് സുമയെന്നാക്കി കൊടുക്കണം. ഉമയെന്നുള്ളത് സുമയെന്നാക്കണം. എനിക്ക് പറയണം. എന്റെ കുഞ്ഞമ്മ, മാമി. ഉമയാരെന്ന് എനിക്ക് പറയണം. നിന്റെ അനീഷ് ആരെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഉമ്മാരെന്ന് പറയാം. അതെനിക്ക് പറയാൻ സൗകര്യം. എനിക്കിത് പറയാൻ സൗകര്യം. എന്നെ ചതിക്കരുതല്ലേ നിങ്ങൾ. എനിക്ക് ടാറ്റു വേണ്ട, കുന്തം വേണ്ട, എനിക്ക് നിങ്ങളെ വേണം. ഞാൻ വേണ്ട.
എന്തൊരു കഷ്ടപ്പെടാ ബുദ്ധിയില്ലാതെ. എടാ മണ്ട, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ ഓരോ അക്ഷരം മാറ്റിയാ തീരാവുന്ന കേസല്ല ഉള്ളായിരുന്നു. അവളത് അനീഷിൽ എം ചേർത്താ മനീഷാവും, എന്റെ ഇതിലൊരു എസ് ചേർത്താ സുമയാവും. ആകും. പക്ഷെ ഇതിലൊക്കെ ഞാൻ എന്തോന്ന് ചേർത്ത് എന്തോന്നാക്കി എടുക്കുവെന്നാ.